ഹായ് ഫ്രണ്ട്സ്, കണ്ടോ കുറച്ച് നല്ല മുള്ളൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. കണ്ടോ, പിന്നെ ഇത് അനിയത്തിയുടെ വീട്ടിലാണ്. അവള് മുള്ളൻ ഉപ്പിട്ട് ഉണക്കാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നല്ല മുള്ളൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് മുള്ളനാട്ടോ. നോക്കി നോക്കി നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ, ഇതാണ് ഉപ്പിട്ട് ഉണക്കരുത്. ഇവിടെ കാവൽക്കാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് മീനെ മണടിച്ചിട്ട്. അവർക്ക് കുറേ പൂച്ചക്കുട്ടികളുണ്ട് അനിയത്തിയുടെ വീട്ടിൽ. അപ്പോൾ അവരും മുള്ളൻ ഉടക്കാൻ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുള്ളൻ. കുറച്ചുള്ളൂ, നമുക്കൊന്ന് നോക്കാം. ഞങ്ങളിതുവരെ ചെയ്തിട്ടില്ല. ആരുടെയോ വീഡിയോ കണ്ടിട്ടാണ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവൾ എന്നെ വിളിച്ചത്. ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ്. ക്ലീൻ ചെയ്ത് വെച്ചത് കേട്ടോ. എന്നുണ്ടോ, ഉള്ളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തോ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അതിൻ്റെ ഇതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അപ്പോൾ മീനൊക്കെ റെഡി. നമുക്ക് കല്ലുപ്പാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കുറച്ച് കല്ലുപ്പ് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ അനിയത്തിക്കുട്ടി കാണിച്ചു തരും. ആദ്യം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുക്കണം കേട്ടോ. ഇത് എയർ ടൈറ്റ് ആണേ. അപ്പോൾ അതിലിതാ ലേശം ഉപ്പ് ഫസ്റ്റ് ഇട്ടു നമ്മൾ. ക്ലീനാക്കി വെച്ച മീനിൻ്റെ അകത്തും നമ്മൾ ഉപ്പിടണം. ഓക്കെ, നിരത്തി വെക്കണം അല്ലേ. എന്നിട്ട് ഉപ്പ് നിറയ്ക്കണം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിരിക്കണേ. അതിനകത്തോട്ട് ഉപ്പ് നിറച്ചിട്ടാണ് ഈ ഉപ്പ് നമ്മൾ ആദ്യം കണ്ടെയ്നറിലിട്ടില്ലേ അതിൽ ഇത് കണ്ടോ ഇങ്ങനെ നിരത്തി വെക്കണം. ഓക്കെ, പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ തരാം, ഞങ്ങളിപ്പോൾ വരാം കേട്ടോ. പൊടിപ്പ് പറ്റില്ല, കല്ലുപ്പന വേണമല്ലേ. ഓക്കെ, ഇതിങ്ങനെ എല്ലാതും കൂടെ ഇത് അങ്ങനെ ചെയ്യട്ടെ കേട്ടോ. ഫസ്റ്റ് ലെയറായി കഴിഞ്ഞാലേ അതിൻ്റെ മുകളിൽ കൂടെ ഉപ്പിടണം കേട്ടോ നമുക്ക്. എന്നിട്ട് പിന്നെ രണ്ടാമത്തത് നിരത്തി വെക്കണം. ഓക്കെ, ഇതിലൊക്കെ ഉപ്പ് നിറച്ചതാണ്. ഇപ്പോൾ നമ്മളത് കാണിച്ചില്ല, അതാണ്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലും ഇതുപോലെ ഉപ്പ് വിതറിയിടണം. ഓക്കെ, വീണ്ടും നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരൊറ്റ പ്രശ്നം ചെയ്താൽ പോരെ, ഇങ്ങനെ ഉപ്പ് നിറയ്ക്കുന്നത്. ഓക്കെ, 5 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം ആകുമ്പോൾ വെള്ളമാവും. ആ വെള്ളം നമ്മൾ പിന്നെ ഊറ്റിക്കളയും. ഓക്കെ, 5 ദിവസം ആകുമ്പോൾ ഇത് വെള്ളമാവും. നമ്മൾ ഈ ഉപ്പ് വെള്ളമാകുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയണം. പിന്നെയും ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ പിന്നെയും വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ നീ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം അല്ലേ, അടച്ചിട്ട്. ഫ്രീസറിലല്ല, സാധാ അതിൽ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ പരീക്ഷിക്കുകയാണ്. നമുക്കിത് അറിയില്ല, നമ്മളൊരു വീഡിയോ കണ്ടതാണ്. ഓക്കെ, നമ്മൾ കറി ഞങ്ങൾ ആദ്യമായിട്ടോ മീൻ ഉണക്കും. നമുക്ക് കഴിഞ്ഞാൽ മീൻ പരീക്ഷണം മാത്രമാണ്. വിജയിച്ച അങ്ങക്കും ചെയ്യാം. ഓക്കെ, നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ മത്തിയൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ. അതെ, ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഉണക്കി എടുത്തോളൂ. ആണെങ്കിലും ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് ഡ്രൈ ആവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫുള്ള് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാം. പോയി തോന്നുന്നു. അറിയില്ല കൊണ്ടുവന്നതാണോ. അപ്പോൾ ഫുൾ നമ്മളുടെ മീനിൽ എല്ലാ ഉപ്പും നിറച്ച് കഴിഞ്ഞു കേട്ടോ. അത് ബാലൻസ് വന്ന ഉപ്പ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ 1/2 കിലോ മീനല്ലേ? 1/2 കിലോ മീനാണേ. മുഴുവൻ ഇട്ടലമ്മ. അത് കുഴപ്പമില്ല. ഏയ്, അതുപോലെ നമ്മളെ പരീക്ഷണമാണ്. വിജയിക്കുക നോക്കാം. വിജയിക്കും എല്ലാം പോസിറ്റീവായിട്ട് കാണാം. നമ്മളിതുപോലെ വീഡിയോ കാണുമ്പോൾ ചെയ്യുന്നത് വിജയിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് എയർ ടൈറ്റുള്ള പാത്രമായിട്ടോ. നമ്മളിതിപ്പോൾ ഭദ്രമായിട്ട് അടച്ചിട്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇനി ആ ബോക്സ് എടുത്ത് അതിൽ വെള്ളം ഊറ്റിക്കളയണം.
അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ 5 ദിവസം കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ കണ്ടെയ്നർ തുറക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ ഉണക്കമീൻ, അതിൻ്റെ ഒരു വെള്ളം ഉണ്ടോ, വെള്ളമായിട്ടുണ്ട്. മീനൊക്കെ കണ്ടോ? എടുക്കാൻ പാടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വെള്ളം നമ്മൾ ഊറ്റണം. ഒരു പാത്രം വേണ്ടേ? ഓക്കെ, എന്നാൽ ഊറ്റട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത് ഊറ്റി കൊടുന്ന് വെച്ചിരിക്കുക കേട്ടോ. ഇതിലെ മറ്റേ ഉപ്പ് വെള്ളമായത് നമ്മൾ ഊറ്റി വെച്ചു. ഇനി ഒരു 3 ദിവസം കൂടെ അല്ലേ? ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് ഉണക്കിയെടുക്കും. ഓ, അങ്ങനെ ഉണ്ടോ? ഓ, അത് ശരി. അതെയോ, സോറി. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഇനിയും വെള്ളം ഊറ്റണം അത്രേ. എന്നിട്ട് പിന്നെ നമ്മളിത് അടച്ച് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം ഊറ്റണം. അങ്ങനെ ലാസ്റ്റ് ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിൽ പിടിക്കേണ്ട ഉപ്പ് പിടിച്ച് ബാക്കി വെള്ളമാണ് നമ്മൾ ഈ ഊറ്റിക്കളയേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു 3 ദിവസം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ തിരിച്ചിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തുറക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതേക്കണ്ടോ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഹലോ, അതാ അപ്പോൾ നമ്മളുടെ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തു. ഇതിപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ഇത് ഓപ്പൺ ആക്കി ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് അല്ലേ? ലേശം വെള്ളമാണ് കണ്ടോ. ഇനി ഇതിലുള്ള ഈ വെള്ളം കൂടെ ഊറ്റി കളഞ്ഞിട്ട് ഇനി 2 ദിവസം കൂടെ നമ്മൾ ഈ മീൻ വെക്കും കേട്ടോ, ഉണക്കൽ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവും. അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടോ, ഇപ്പോൾ തന്നെ അതിങ്ങനെ അടിപൊളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ടും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി വേണമെങ്കിൽ വെയിലത്ത് വെച്ചാൽ എടുക്കുക. ഇത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം അല്ലേ? അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാം. കുറച്ച് നാളും കൂടി ഇരിക്കും കൂടുതൽ ഇരുന്ന്. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. ആവശ്യത്തിന് ഇതുപോലെ തന്നെ വയ്ക്കാം, ആവശ്യത്തിനെടുത്ത് വറക്കാം. ഓക്കെ, ഉപ്പ് കളഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ശരി, നമ്മളുടെ ഇനി ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ വരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, നമ്മളുടെ ഉണക്കമീൻ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് വെയിലത്തിട്ടെടുക്കാം, ഈ ഉപ്പൊക്കെ കളഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട്. എന്ത് വൃത്തിയാ നോക്കൂ, നമ്മൾ വാങ്ങുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുവോ? ഇത് വൃത്തിയായിട്ട് ഇല്ല, വെള്ളം കുറവാ കണ്ടോ അല്ലേ? ഇതിൽ ഇത്തിരി ലേശം വെള്ളമേ ഉള്ളൂ കേട്ടോ. അതും കൂടെ അത് കളഞ്ഞിട്ട്, ആ വെള്ളം കളഞ്ഞിട്ട് നമ്മളിത് ഉണക്കി എടുക്കും കേട്ടോ. ഉണക്കി പിന്നെ അറിയാമല്ലോ എത്ര നാൾ വേണമെങ്കിലും ഒരു കേടും കൂടാണ്ട് ഇരുന്നോളും. ഇപ്പോൾ നോക്കൂ എന്ത് ഫ്രഷായിട്ടായിരിക്കുന്ന മീൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസമേ. അപ്പോൾ ഉണ്ടോ, നന്നായിട്ടുണ്ട് അല്ലേ? അടിപൊളി. അപ്പോൾ അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതും ഞങ്ങൾ ഇതുപോലൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. ചാനലിൻ്റെ പേര് ഓർമ്മല്ല, പക്ഷേ അതെ. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ഓക്കെ. അപ്പോൾ ഇനി ഇത് വേണം വെയിലത്ത് ഒരു 3-4 പ്രാവശ്യം വെയിലത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് ഒറ്റ ദിവസം മതിയോ? ഓക്കെ, ഒരു ദിവസം വെയിൽ കൊള്ളിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഉപ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഓക്കെ, നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തണേ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ റെഡി ആയിട്ടോ. ഇനി ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവുക കേട്ടോ. ഇതിനെ ഓരോന്നായിട്ട് നിരത്തി നോക്കും കണ്ടോ. നല്ല വൃത്തിയുള്ള ഉണക്കമീൻ കഴിച്ചുകൂടെ നമുക്ക് വിശ്വാസത്തോടു കൂടി കഴിക്കാൻ പറ്റും. ഇതൊരു ടെൻഷനാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടത് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായില്ലേ. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ. ആയിട്ടില്ല, നിങ്ങൾക്ക് തരാം. ഇതൊക്കെ കഴിയട്ടെ, ഉണങ്ങട്ടെ. ഉണക്കമീനാണോ? പ്രഷറുള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല അല്ലേ, അത്രയും ഉപ്പാണ്.
അത് കരഞ്ഞോട്ടെ, അത് ഉണ്ടാവേ. മീനുള്ളടത്ത് പൂച്ചകളുണ്ടാവും. ഇങ്ങനെ നിൽക്കണല്ലേ. കുറച്ചുകൂടി വലിയ തട്ട് വേണം. നെറ്റ് ഉണ്ടോ മുകളിലിടാൻ? ഇതിങ്ങനെ ഓരോന്നോരായിട്ട് നിരത്തട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇനി നമുക്കൊന്ന് വെയിലത്ത് കൊണ്ട് വെക്കണം.